തുടങ്ങുന്ന സിനിമ കണ്ടു. എനിക്കതൊരു സ്ട്രിക്റ്റ്ലി ഒരു ആവറേജ് മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതൊരു മോശം പടമൊന്നുമല്ല ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ ഒരു ഹെവി നല്ല പടമൊന്നുമല്ല പറയുന്നത്. ഒരു വൺ ഡേ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു മൂവി, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇത് മോഹൻലാലിൻ്റെ മോളായ വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. സോ പുള്ളിക്കാരുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ പ്രകടനം അത്യാവശ്യം മോശമല്ലാത്ത രീതി വന്നിട്ടുണ്ട്. ഒരു ആദ്യത്തെ ഒരു ഡെബ്യൂ എന്ന രീതി നോക്കും എന്ന് പറഞ്ഞ് ഹെവി ആയിട്ട് പെർഫോം ചെയ്യാനുള്ളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാൽ പോലും മോശമല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭയങ്കര വേറെ ലെവലിലേക്കൊന്നും ചെയ്തിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധാനം നമുക്കറിയാം, ജൂഡ് ആൻ്റണി ജോസഫാണ്. പുള്ളിയുടെ ബാക്കിയുള്ള ഫിലിമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ജൂഡ് ആൻ്റണിയുടെ ബാക്കിയുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര റെപ്പറ്റേറ്റീവ് വാല്യൂ, അതായത് റെപ്പറ്റീഷൻ വാല്യൂ നല്ലപോലുള്ള പടങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓം ശാന്തി ഓശാനയാണേലും മുത്തശ്ശികതയാണേലും സാറാസ് എനിക്ക് അത്രത്തോളം വർക്കാത്തൊരു മൂവിയാണ്. അതുമാത്രമാണ് എനിക്ക് പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ ഇച്ചിരി ഡൗൺഫാൾ എന്ന രീതി തോന്നിയിട്ടുള്ളത്. പിന്നെ 2018, സോ ഇത് 5ാമത്തെ മൂവി. ഇതിൽ നോക്കുമ്പോൾ പുള്ളിയുടെ സാറാസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. കാരണം സാറാസ് എനിക്ക് വർക്കായിട്ടില്ല. മേ ബി ചിലവർക്കൊക്കെ നല്ലൊരു വർക്കായ മൂവിയാണ്. എനിക്ക് വലിയ രീതി വർക്കാവാത്തൊരു പടമാണ് സാറാസ്. ബട്ട് ബാക്കി എല്ലാ മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചൊരു താഴെ എന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. ബട്ട് മോശമല്ലാത്തൊരു പടം, ഒരു ആവറേജ് വൺ ടൈം ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ നമുക്കറിയാം, ഇതിനകത്ത് വിസ്മയ മോഹൻലാലിൻ്റെ ഒപ്പം ആശിഷ് ആൻ്റണി, അതായത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിന് ആശിഷ് എന്നല്ല പേര്, ആശിഷ് ടു ആൻ്റണി, നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോനാണ് ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. പുള്ളിയുടെ ഡെബ്യൂ ആണ് ഈ സിനിമ. ആക്ച്വലി പുള്ളിയുടെ ഡെബ്യൂ എന്ന് പറയാൻ പറ്റില്ല. പുള്ളി നമ്മുടെ എമ്പുരാനകത്ത് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് റോള് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മുഴുനീള കഥാപാത്രം എന്ന രീതി നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടം തന്നെയാണിത്. പക്ഷേ പുള്ളിക്കാരൻ ഈ പടം കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പുള്ളിക്കാരന് വലിയ അമിത ഡയലോഗോ കാര്യങ്ങളോ ആക്ടിങ്, ഒരു പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് കളിക്കാവുന്നൊരു ഇതൊന്നും ഓപ്പർച്യൂണിറ്റി സിനിമ ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, ഒരു പക്ക ഒരു റോ അഗ്രസീവ് മാൻ, ഒരു പെണ്ണ് മയക്കുമരുന്ന് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ളൊരു റോളാണ്. വലിയ ഡയലോഗ്സും കാര്യങ്ങളും ഇല്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു ഡയലോഗും കണ്ട് ഈ പടത്തിലുള്ളൂ. ബട്ട് ആ ക്യാരക്ടറിനെ, ആ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടറിനെ പുള്ളി കറക്റ്റായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കിഡിലിനായിട്ട് അത് സ്ക്രീനിൽ വന്നിട്ടുമുണ്ട്. ആ ഒരു ഭീകരത കറക്റ്റായിട്ട് പുള്ളിക്ക് എക്സ്പ്രഷനിലൂടെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓഡിയൻസുമായിട്ട്. സോ പിന്നെ ഈ പടത്തിലുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്കറിയാം, ഇതെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇപ്പം സായ് കുമാർ ആണെങ്കിലും, മനോജ് കെൻ, ഗണേഷ് കുമാർ, TG രവി, കോട്ടയം രമേശ്, ഇവരെല്ലാം, അതായത് ഈ ജസ്റ്റ് ഒരു സീനിൽ വന്നു പോകുന്ന ആക്ടേഴ്സ് വരെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും കളിയാക്കി പറയും വഴിപോക്കനൊക്കെ ഇട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരുണ്ട്, നമ്മുടെ സ്ഥിരം വഴിപോക്കനുള്ള അവാർഡൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന ഋതിക് റോഷനകത്ത് നമ്മൾ പറയും. ആ പുള്ളി ഇതിനകത്തൊരു വഴിപോക്കൻ എന്ന രീതിയിൽ, അതായത് ചായക്കടക്കാരൻ എന്ന രീതിയിൽ പുള്ളി വരെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരു ഈ പടത്തിലുള്ളവരെല്ലാം നമ്മൾ പല പല പടത്തിലായിട്ട് കണ്ടു പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ തീരെ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല, 1-2 പേരെങ്ങാണ്ടൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓൾറെഡി സിനിമയിലൊക്കെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഈ സിനിമയിലുള്ളത്. സോ അതിൻ്റേതായ ഒരു ഇത് വരും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഞാൻ പറഞ്ഞ വിസ്മയ മോഹൻലാലിൻ്റെ അഭിനയവും കാര്യങ്ങളും ഒരു മോശമല്ലാത്ത രീതിയിൽ ഫസ്റ്റ് പടം എന്ന രീതി വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയാൻ മാത്രമുള്ള പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പോലും മോശമല്ലാത്ത രീതിയിൽ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലുള്ള മറ്റൊരു ഫാക്ടറാണ് മോഹൻലാൽ. നമുക്കറിയാം മോഹൻലാൽ ക്യാമിയോ ആയിട്ടാണ് വരുന്നത്. ഇത് സ്പോയിലർ കാര്യങ്ങളൊന്നുമല്ല, ടീസറിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. സോ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തെ പ്ലേസ്മെൻറ്റ് കറക്റ്റാണ്. ബട്ട് മോഹൻലാൽ വന്നിട്ട് കുറേ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. മേ ബി അത് OTTയിൽ വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്ന ചിലർ കാണും. മോഹൻലാൽ വന്നു കഴിഞ്ഞുള്ള നെക്സ്റ്റ് സീൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഇത് ചുമ്മാ വെറുതെ ക്യാമിയോനെ മോഹൻലാലിനെ കൊണ്ടുവന്നുകൊണ്ട് ഉണ്ടാക്കിയ സീനല്ലേ എന്ന രീതി ചോദിക്കും. ബട്ട് ഇത് ആസ് എ ഓഡിയൻസ് തിയേറ്ററിൽ വെച്ച് ഈ സീൻ കാണുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് അതല്ല ഞാൻ പറഞ്ഞു, ചില സിനിമാസൊക്കെ ഭയങ്കര ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഭയങ്കര വിജയിച്ചിട്ട് ചിലർ OTT ഒന്ന് കുറ്റം പറഞ്ഞാൽ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ മെയിൻ സംഭവം നമ്മൾ കുറേ ഓഡിയൻസിൻ്റെ കൂടെ തീരുന്ന ഒരു സിനിമ കാണുമ്പം കിട്ടുന്നൊരു ഫീൽ അല്ലായിരിക്കും നമ്മളൊരു ചെറിയൊരു സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈലിലോ TV-ലോ ഇരുന്ന് വീട്ടിൽ ഒറ്റയ്ക്കുള്ള 2 പേര് കൂടി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല്. സോ ഈ ഒരു സീൻ മോഹൻലാലിൻ്റെ ഈ സിനിമയ്ക്കകത്ത ക്യാമിയോ സീനും അതിനെ തുടർന്നുണ്ടാകുന്ന സീൻസൊക്കെ തിയേറ്ററിൽ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബട്ട് നമ്മളൊരു OTT വരുമ്പോൾ എനിക്കപ്പോൾ തോന്നിയാണ് മിക്കവാറും ഇത് OTT വരുന്ന സമയത്ത് ആൾക്കാർ പറയും ഇതൊക്കെ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടത്. ബട്ട് ഇത് തിയേറ്ററിന് വേണ്ടിയാണ് ഈ സിനിമ ഇറക്കിയേക്കുന്നത്, OTTക്ക് വേണ്ടി അല്ല മെയിൻ ഇറങ്ങുന്നത്. ഒരു സിനിമ വരുന്നത് തിയേറ്ററിൽ പോയി നിന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ സീൻ എനിക്കൊരു മോശമായ കാര്യങ്ങളായിട്ടോ തോന്നിയില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്തു, നല്ലപോലെ കണക്ട് ആകാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മ്യൂസിക് നമുക്കറിയാം ജെയ്ക്സ് വിജയാണ്. പുള്ളി അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ നമ്മുടെ ജെയ്ക്സ് വിജയുടെ ബെസ്റ്റ് വർക്ക് എന്നൊന്നും പറയാൻ അങ്ങനെയൊന്നും ഇല്ലേ പോലും ഈ സിനിമയ്ക്ക് അർഹിക്കുന്നൊരു മ്യൂസിക് ഉണ്ടല്ലോ, അത് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം, അതായത് നമുക്കറിയാം ഈ സിനിമ ഒരു ത്രില്ലറും പരിപാടി, നിങ്ങൾക്ക് ഏകദേശം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു കഥ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കഥയോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇതേപോലെ ഈ
പല ടൈമിലും ഇതേപോലത്തെ കഥകൾ വന്നിട്ടുമുണ്ട്. ഇതേ സിമിലാരിറ്റി ഉള്ള സിനിമയും ഒരു അടുത്തായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതൽ. ബട്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്കതിനെ ആസ്വാദനത്തിന് ഇതൊന്നും ബാധിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കൂളായിട്ട് ഇത് കണ്ടുപോകാൻ പറ്റും. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, നമുക്കറിയാം ഇഷ്ടംപോലെ ഇതേപോലെ കഥകൾ വന്നിട്ടുള്ള പോലും അത് മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത വരുത്തണമെന്നാണ് മെയിൻലി ഉള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും ആ കഥ. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു പേഴ്സണലി ഒരു ഫെൽറ്റ് ചെയ്ത ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വില്ലൻ്റെ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് അവർ ഉദ്ദേശിച്ചത് അത് ഓഡിയൻസായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് വില്ലൻ്റെ ഭീകരതയും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് നമുക്ക് ഇവരെന്താണ് ഉദ്ദേശിച്ചത്, അതായത് ഈ ക്രൂ എന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് നമുക്ക് ഓഡിയൻസിന് കണക്ട് ചെയ്യും. ബട്ട് നായികയിലേക്ക് വരുന്ന സമയത്ത് അതായത് ഒരു ടൈം വരെ ഓക്കെയാണ്. ബട്ട് അവസാന സമയങ്ങളിൽ നമുക്കറിയാം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, വില്ലൻ നായിക തമ്മിൽ ഫേസ് ഓഫ് കാര്യങ്ങൾ, പിന്നെ കുറേ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ ഒരു സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് ആ പടത്തിൻ്റെ ഒരു ഇത് ലെവൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ തനിയൊരുവൻ സിനിമ കണ്ടറിയാം, അരവിന്ദ് സ്വാമി എന്ന ആക്ടർ ആ സിനിമയ്ക്കകത്ത് ആ വില്ലനെ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലനെ എത്രത്തോളം ഹെവി ആയിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് ആ പടത്തിൻ്റെ പവർ വരുള്ളൂ. എന്നിട്ട് ആ വില്ലനെ നായകൻ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ആ പടത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ അതേ സമയത്ത് ആ വില്ലനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ നായകനെ കൊണ്ട് അത് പറ്റുമെന്ന് നമ്മളിൽ വിശ്വസിപ്പിക്കണം. അല്ലാതെ ഇപ്പം വില്ലനെ മാത്രം ഹെവി ആക്കി നിർത്തിയിട്ട് നായകനെ ഒരു താഴെ നിർത്തി ഒറ്റയടിക്ക് നായകൻ വില്ലനെ തകർത്ത് രക്ഷപ്പെടും അല്ലെങ്കിൽ വില്ലനെ തോൽപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺവിൻസ് ആയില്ലെന്ന് വെച്ചാൽ ഈ നായകനെ കൊണ്ട് ഇതെങ്ങനെ പറ്റി, ഇത് പോസിബിൾ അല്ലല്ലോ നമുക്ക് തോന്നിയാൽ അവിടെ ഒരു ചെറിയ നമുക്കൊരു ഇത് വരും. ഇത് എങ്ങനെയാണ് ഒരു കൺവിൻസിങ് ഫാക്ടർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു രീതി എന്ന പോലെ എനിക്കും ഈ പടത്തിലൊരു പ്രശ്നം തോന്നിയത് ക്ലൈമാക്സ് രംഗമാണ്. കാരണം വില്ലനെ അത്ര കില്ലായിട്ട് എസ്റ്റാബ്ലിഷ്, പക്ഷേ നായികേനെയും എന്താണോ ഇവർ ഉദ്ദേശിച്ചത് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ബട്ട് നായിക അതിനുള്ള ആപ്റ്റാണോ അല്ലെങ്കിൽ ഇത് അതായത് ഈ ഒരു കാര്യത്തിന് നായികനെ കൊണ്ട് സാധിക്കുമോ എന്ന രീതിയിൽ കൺവിൻസിങ് അവർക്ക് അത്രത്തോളം ഓഡിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്നാൽ പോലും അത്രയും ഒരു ബിൽഡപ്പ് കൊണ്ടുവരുന്ന സമയത്ത് മറ്റൊരാളെയും ആ ബിൽഡപ്പിനേക്കാൾ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നമുക്കൊരു കൺവിൻസിങ് എന്ന രീതി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ. എനിക്ക് ചില സമയത്ത് നായികയുടെ അതായത് പുള്ളിയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൻ്റെ മാത്രമല്ല ഞാൻ പറയാം, ആ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത രീതി അവസാനം വരുമ്പോഴത്തേക്കും പോസിബിൾ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ബട്ട് കുഴപ്പമില്ല, ഓക്കെ ആസ് എ മൂവി ഇറ്റ്സ് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് അതുകൊണ്ടാണ് ഒരു ആവറേജ് എന്ന രീതി ഇഷ്ടം. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം മാത്രം സെറ്റാക്കിയാൽ മാത്രമേ ഈ സിനിമ ആവറേജിൻ്റെ മുകളിൽ പോകുന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു തോന്നിയൊരു ഫാക്ടർ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നായികയും അതൊരു ഓഡിയൻസ് എന്ന രീതി ഞാൻ പറയുന്നതാണ്, നായികയും വില്ലനും തമ്മിൽ ഫേസ് ഓഫ് നടത്താനുണ്ടാകുന്ന ഒരു കാരണമുണ്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നം വരേണ്ടതെന്നുള്ള അതിനൊരു കാരണം ഈ സിനിമയുണ്ട്. ആ ഒരു കാരണം റിയൽ ലൈഫിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചു. അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. റിയൽ ലൈഫ് അതൊക്കെ നടക്കുമോ, ഇങ്ങനെ ഒരാൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരാളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമോ എന്ന രീതി എനിക്ക് തോന്നിപ്പോയി. മേ ബി ഉണ്ടാകാം, അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഭൂമിയൊക്കെ നിലനിന്ന് പോകുന്നതെന്ന് ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. ബട്ട് ഒരു ലോജിക്കില്ല. ഞാൻ ഒത്തിരി സിനിമയായിട്ട് കാണും, അതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. എന്നാൽ പോലും ഈ ഒരു കാര്യം കാണും അതൊക്കെ ലോജിക്കില്ല. നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊരു ചോദ്യചിഹ്നമായി എനിക്ക് തോന്നിയ കാര്യമാണ്. സോ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ആ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കില്ല. ഇതൊക്കെ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്. എനിക്കൊരു ആവറേജ് ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. മോശമല്ല, എന്നാൽ ഭയങ്കര ഹെവി ആയിട്ട് പറയാനില്ല. ഒക്കെ ഒരു ആവറേജ് മൂവി. തിയേറ്ററിൽ പോയി വൺ ടൈം നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പിന്നെ മെയിൻ്റെ ഒരു കാര്യം, ഇത് അത്യാവശ്യം വയലൻസും കാര്യങ്ങളുള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങൾ അത് ഉദ്ദേശിച്ച് മാത്രം പറ്റും. ഒരു ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് കാണിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് അത് സീൻ ബൈ സീൻ ആയിട്ട് കാണിക്കുന്നില്ലേ പോലും ആ വയലൻസിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആ സിനിമയ്ക്കകത്ത് വരും. നമുക്കത് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന പോലെ. സോ അപ്പോൾ അത് ഓർത്തിട്ടാണ് വരാവുള്ളൂ. ഫാമിലിയായിട്ട് ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്. സോ മൊത്തത്തിൽ എനിക്കിതാണ് തുടക്കം എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. മിസ് മി അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.